ഉഷാ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗോതമ്പ് ദോശയും ഒരു വെറൈറ്റി ചമ്മന്തി, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാം. ഗോതമ്പ് മാവ് 3 കപ്പ് എടുത്തു. അതിന്റെ 3 ഇരട്ടി, 1 കപ്പ് മാവിന് 3 കപ്പ് വെള്ളം ചേർക്കണം. അങ്ങനെ ഞാൻ 9 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടണം. കായപ്പൊടി ഒരു 1/4 സ്പൂൺ ഇടണം. 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയായിട്ട് അരിഞ്ഞതാണ്. 5 മുളക് ഉണ്ടായിരുന്നു. ഒരു 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതാണ്. 1 സവാള എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിടാം, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു. മുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. സവാളയാണിത്. കറിവേപ്പില ഇട്ടു. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ലൂസായിട്ട് കലക്കാം. ആദ്യം ഒന്ന് യോജിപ്പിച്ചിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ലൂസ് മതിയാന്ന് നോക്കാം. ഇത്രയും ലൂസ് മതിയാവും. 1 ഗ്ലാസ് മാറ്റി വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് കാരമലൈസ് ചെയ്ത് നല്ലൊരു കളർ വരാൻ വേണ്ടി മാത്രമാണ്. ഇത്രയും ലൂസായിട്ടാണ് കലക്കണേ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. തേങ്ങ തിരുവണ്ട, ഒന്ന് മാറ്റി അടച്ചു വെക്കാം. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കി വെക്കാം. മാവ് ഒന്ന് പുളിക്കുന്നവരെ മാറ്റി വെച്ചു. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളി എടുത്തു. ചെറുതാണ്, അതുകൊണ്ടാണ് 3 എടുത്തത്. ഒരു 2 സവാള എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് എരി കുറവാണ് പച്ചമുളകിന്. ഇനി കടലമാവ് കലക്കി വെക്കാം. 1 കപ്പ് മാവിന് ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കലക്കി വെക്കാം. കട്ടയില്ലാതെ കലക്കി വെക്കണം.
ഇതിൽ ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ചേർത്ത് വയ്ക്കാം. ഒരു അര സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വയ്ക്കാം. ഉപ്പ് അലിയിച്ച് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. ഒരു സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരണം തക്കാളി. കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി മാത്രം. അര സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പൊടി പോകരുത്. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കടലമാവ് കലക്കി വെച്ചതും കൂടെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറുകി വരും. ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണിത്. ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ കറക്റ്റിന് ഉപ്പുണ്ട്.
മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. കട്ടി ഞാൻ ഇച്ചിരി ലൂസാക്കി തിളച്ച വെള്ളം. അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ നല്ലൊരു ബോംബെ ചട്നി റെഡിയായി. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചട്നിയാണിത്. ഇനി ദോശ ഉണ്ടാക്കാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് കൊടുക്കണം. ഒരു സൈഡ് വെന്തതിന് ശേഷം തീ കുറച്ച് കൂട്ടി മറിച്ചിടാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ച് ചെയ്യുന്നതാണ് ടേസ്റ്റ്. അര സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് പതുക്കെ മറിച്ചു കൊടുക്കാം. പുറത്തും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡിയായി. രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മറിച്ചെടുക്കാം. ഒരു ശകലം കൂടെ കിടക്കണം ഒരു സൈഡ്. തീ കുറച്ച് കൂട്ടി വെച്ചു കൊടുത്തു. മതി, ഇനി എടുക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. തീ കുറച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ദോശയും ചട്നിയും റെഡിയായി. ഇനി കഴിച്ചു നോക്കാം.